ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളിതാ തിരുവോണ ദിവസം രാവിലെ ആയിരിക്കുകയാണ് കേട്ടോ. രാവിലെ നമ്മൾക്ക് ഇനി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്കിനി അമ്മച്ചിയുടെ വീട്ടിൽ പോകാം കേട്ടോ. മീൻസ് മമ്മീൻ്റെ വീട്ടിൽ. ഞാൻ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചിപ്സ് ഇരിക്കുന്നത് കണ്ടു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലെ ആദ്യം ഇത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ നല്ല ദോശയും സാമ്പാറും കിട്ടി കേട്ടോ. മമ്മി ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി റെഡി ആയിട്ട് വന്നപ്പോഴത്തേന് വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങൾ ഹായ് പറയാമെന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് വന്ന് ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കണ്ടത് മമ്മി, പിന്നെ പാപ്പ വന്നു, ഇപ്പോൾ കണ്ടത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവൾ നഴ്സിംഗൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ദാ ലീവിന് നാട്ടിൽ വന്നേക്കുക. അപ്പം നമ്മൾ ഓൺ ദി വേ ആണ് കേട്ടോ നമ്മുടെ മമ്മിയുടെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മളിതാ 1 hour ട്രാവലിൻ്റെ ശേഷം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കോഴഞ്ചേരി ആട്ടോ മമ്മിയുടെ വീട്. കോഴഞ്ചേരി പ്രോപ്പർ കോഴഞ്ചേരി അല്ല, വെണ്ണിക്കുളം പാട്ടക്കാല അങ്ങനെ പറയും. അപ്പം ദാ ഈ വഴി നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പോഴത്തേനാണ് മമ്മിയുടെ വീട്. അവിടെ വന്ന് കുറേ നേരം വാചകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ദാ ഊണ് കഴിക്കാനുള്ള സമയമായി. ഊണ് മീൻസ് ഇന്ന് നമുക്ക് സദ്യ ആണല്ലോ അല്ലേ. അപ്പോൾ ദാ എല്ലാവർക്കും ഉള്ള ഇലയൊക്കെ ഞാനാട്ടോ ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷേ എനിക്ക് ഇതിൻ്റെ പരിപാടി അറിയത്തില്ലാത്തതുകൊണ്ട് ഇല ഇട്ടത് തിരിഞ്ഞു പോയി. അമ്മച്ചി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മാറ്റി തിരിച്ചിട്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ തന്നെ ഇടുമെന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ധൃതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആർക്കും ഇട്ട് തരില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് തിരിച്ചിടാൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ് ഒരു ഒരു ഇത് എന്താണാവോ എന്തോ. അങ്ങനെ ഞാൻ എല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് കൊടുത്തു. അതുകൊണ്ട് ആ സൈഡിൽ നിൽക്കുന്നത് എൻ്റെ അമ്മാച്ചനാണ് കേട്ടോ, മീൻസ് മമ്മിയുടെ ബ്രദർ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സദ്യയുടെ ഐറ്റംസൊക്കെ. അവിയലുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പിന്നെ പേരറിയാത്ത വെളുത്ത മഞ്ഞയും കളറിലൊക്കെ ഉള്ള കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല. ഇഞ്ചിക്കറി എനിക്കറിയാം കേട്ടോ, ഇഞ്ചിക്കറി അറിയാം. പിന്നെ ഉപ്പേരി, പപ്പടം, എരിശ്ശേരി, മോര്, അങ്ങനത്തെ കറിയൊക്കെ അറിയാം. പിന്നെ ഒരു ചുമന്ന കറി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ കുറേ കറിയൊക്കെ കൂട്ടി നമ്മൾ സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഓരോ പാത്രമൊക്കെ എടുത്ത് കൊടുത്തേച്ച് പറഞ്ഞു എല്ലാവരും വിളമ്പിക്കോ, എല്ലാവരും ഇന്ന് വിളമ്പാനും കഴിക്കാനും എല്ലാവരും എല്ലാവരും ഒന്നിച്ച് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം നേരത്തെ ഇരുന്ന് ശീലം ഇല്ലാത്തത് കാരണം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കഷ്ടപ്പെട്ടൊക്കെയാണ് ഇന്ന് വിളമ്പിക്കൊണ്ടിരുന്നത് കേട്ടോ. അടുത്ത മീൻസ് ഈ മൂവി ചെയ്തുകൊണ്ട് ഇപ്പം നിങ്ങളുടെ വീഡിയോയിൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും എങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ട് നിലത്തിരുന്ന് കഴിക്കുന്നതെന്ന്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി എല്ലാവരുടെയും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം, മനസ്സിനൊരു സമാധാനം, സന്തോഷമൊക്കെ ഇങ്ങനെ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേനും അവൾക്ക് മനസ്സിലായി കേട്ടോ. അതെൻ്റെ കസിനാണ്, പേര് ഷേബ. അവൾ ഹായ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ അച്ചാച്ചനും എല്ലാവരും ഇങ്ങനെ ഹായ് തരുന്നുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി ഞാൻ വ്ളോഗ് ചെയ്യാനായിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോഴത്തേന് പാപ്പ ഇരിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? എനിക്ക് കണ്ടിട്ട് തന്നെ ചിരി വന്നു കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ നിലത്തിരുന്നൊന്നും ശീലമില്ലായിരുന്നു. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയായി ഈ കാണുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിതാ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ബ്രൂണോ കിടന്ന് നല്ലതായിട്ട് ഒച്ച വെക്കുന്നുണ്ട്. അവൻ എന്താ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ നമുക്ക് വേഗം പോയി അവനെയൊക്കെ നോക്കിയിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പഴയ കോലത്തിലായി സുന്ദരിയായിട്ട് വരാം കുളിച്ചിട്ടൊക്കെ. അങ്ങനെ ബ്രൂണോയൊക്കെ ഒതുക്കി വന്ന് ഫ്രഷായി ഒക്കെ വന്നപ്പോഴത്തേനും നമുക്ക് ഡിന്നറിനുള്ള സമയമായി. ഉച്ചയ്ക്ക് ഒത്തിരി ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് വൈകിട്ട് ഭയങ്കര ലൈറ്റായിട്ട് മതിയായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഓണം വിശേഷങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യാൻ